ടിക്ടോക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ഹസ്ബൻഡിൻ്റെ DP വെച്ചിട്ട് അതിൽ ഞാൻ കുറേ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച് അവരോട് വൃത്തിയോടൊക്കെ ആയിട്ട് എന്തൊക്കെ സംസാരിച്ച്. അപ്പോൾ ഞാനാ ചെയ്തത്, അവരല്ല. അതന്നെ ഞാനാ ചെയ്തത്, അവരല്ല. കാരണം സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അങ്ങനെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമായി ഇഷ്ടം പോലെ ഫേക്ക് അക്കൗണ്ടുകൾ ഉള്ള കാര്യം ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. പലതരത്തിലുള്ള ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ട്. പണം തട്ടാൻ വേണ്ടി തുടങ്ങുന്ന അക്കൗണ്ടുകൾ, നമ്മുടെ അതേ പേരും പ്രൊഫൈലും ഒക്കെ വെച്ച് അക്കൗണ്ട് തുടങ്ങിയിട്ട് പണം കടം ചോദിച്ചുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിന് തന്നെ മെസ്സേജ് അയക്കുന്ന കുറെ വിരുദ്ധന്മാർ. പിന്നെ മറ്റൊരു വിഭാഗമുണ്ട്, പെണ്ണുങ്ങളെ പിടിക്കാൻ വേണ്ടി ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്ന കാട്ടുകോഴികൾ. ഇവര് പല വിധത്തിലാണ്. സാധാ ലെവലിൽ ചാറ്റിംഗ് മാത്രമായി പോകുന്നവരുണ്ട്, പക്ഷെ എക്സ്ട്രീം ലെവൽ എടുത്താൽ നല്ല വൃത്തികേട് മുതലെടുപ്പ് നടത്തുന്ന ആളുകളുമുണ്ട്. ഈ ഫേക്ക് അക്കൗണ്ട് ചാറ്റിംഗ് വഴി കല്യാണത്തിന് അടുത്ത് വരെ എത്തിയ സംഭവങ്ങളുണ്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോഴായിരിക്കും പണി പാടിയത് മനസ്സിലാവുക. എന്തായാലും ഇങ്ങനെ മറ്റൊരാളുടെ ഐഡിയും ഫോട്ടോയും വെച്ച് പെണ്ണുങ്ങളെ ചാക്കിലാക്കി ഓർഗസം കൊള്ളുന്നവരൊക്കെ സൂക്ഷിച്ച മക്കളെ, നിങ്ങൾക്കുള്ള പണി പാലും വെള്ളത്തിൽ വരുന്നുണ്ട്. അത് ഈ വീഡിയോ തുടർന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മുടെ ഹെലനോസ് പാട്ട ഇല്ലേ, അവൾക്ക് ഒരു അനുഭവം ഉണ്ടായി. എന്താണെന്നല്ലേ അത് ഹെലൻ തന്നെ പറയട്ടെ. ഹെലൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. ടിക്ടോക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ഹസ്ബൻഡിൻ്റെ DP വെച്ചിട്ട് അതിൽ ഞാൻ കുറേ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച് അവരോട് വൃത്തിയോടൊക്കെ ആയിട്ട് എന്തൊക്കെ സംസാരിച്ച്. അപ്പോൾ ഞാനാ ചെയ്തത്, അവരല്ല. അതന്നെ ഞാനാ ചെയ്തത്, അവരല്ല. കാരണം സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അങ്ങനെ തന്നെ വിളിച്ചതാണ്. അപ്പോൾ കേസ് കൂടെ കോംപ്രമൈസ് ആക്കി. അതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. മെസ്സേജ് അയച്ച ആൾക്കാരോടൊക്കെ സോറി, എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അവരല്ലേ ഇത് ഞാനാ ചെയ്തത്. സോ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അല്ല, എനിക്ക് തോന്നുന്നു ഏകദേശം 1 year ബാക്ക് ഞാൻ എന്റെ ഹസ്ബൻഡ്, അപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആണ്. ഹസ്ബൻഡോ? ഇനിയിപ്പോ ഞാൻ കേട്ട് തെറ്റിയതാണോ? ഒന്നുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഏകദേശം 1 year ബാക്ക് ഞാൻ എന്റെ ഹസ്ബൻഡ്. ശരിയാണല്ലോ, ഹസ്ബൻഡ് എന്നാണല്ലോ പറഞ്ഞ്. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? നമ്മളൊന്നും വിളിച്ചില്ല കേട്ടോ. വളരെ മോശമായി പോയി ഹെലനെ. ഇവിടെ എന്റെ കല്യാണത്തിന് വിളിച്ച് ആ കല്യാണത്തിനും പങ്കെടുത്ത് മൂക്ക് മുട്ട തിന്ന് പോയ ആളാണ് ഹെലന്. എന്നിട്ട് പുള്ളിക്കാരന്റെ കല്യാണം ഇപ്പൊ നമ്മൾ വിളിച്ചില്ല. വളരെ മോശമായി പോയി. എന്നാലും എനിവേ ഹാപ്പി മാരീഡ് ലൈഫ്. എനിവേ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹെലന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു എന്നല്ലാതെ ഭർത്താവിന്റെ ഫേസ് ഹെലൻ എവിടെയും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കല്യാണ സാരിയും കൊടുത്ത് ഭർത്താവിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് എല്ലാം ഹെലൻ ഇൻസ്റ്റയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ഭർത്താവിന്റെ മുഖം കാണിച്ചിരുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ഓൺലൈൻ മീഡിയസിന് അറിയാലോ, ഹെലൻ ഭർത്താവിന്റെ മുഖം കാണിച്ചില്ലെങ്കിൽ എന്താ, ഇവിടുത്തെ ഓൺലൈൻ മീഡിയസുകാർ ആളെ പൊക്കി. അങ്ങനെ ചില ഓൺലൈൻ മീഡിയ വഴി ഭർത്താവും ഹെലനും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ചില ഫോട്ടോസ് ഒക്കെ പുറത്തു വന്നു. അങ്ങനെ അത് കണ്ട് കുറെ പെണ്ണുങ്ങൾ ഹെലന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കാനും ഫോട്ടോകൾക്ക് താഴെ കമന്റ് ചെയ്യാനും തുടങ്ങി. എന്തായിരുന്നു ആ കമന്റ് എന്നല്ലേ? നീ എന്റെ കാമുകനെ തട്ടിയെടുത്തു അല്ലെ, അവൻ ഫ്രോഡാണ്, അവരെന്നെ ചതിച്ചു, എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞവനാണ് അവൻ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ഹെലന്റെ ഭർത്താവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറെ പെണ്ണുങ്ങൾ കമന്റും മെസ്സേജും അയക്കാൻ തുടങ്ങിയതോടെ ഹെലൻ അത് കണ്ട് ഞെട്ടി. ആളാകെ അത് വിട്ടു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ ആണ് കാര്യം മനസ്സിലായത്. ഹെലന്റെ ഭർത്താവിന്റെ പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ കാര്യം കുറെ മുമ്പ് തന്നെ ഹെലനോട് ഭർത്താവ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇതെല്ലാം ആ ഫേക്ക് അക്കൗണ്ട് തെണ്ടിയുടെ കളികളാണെന്ന് ഹെലന് മനസ്സിലായി. ഇവൻ ഹെലന്റെ ഭർത്താവിന്റെ പേരും ഫോട്ടോയും ഒക്കെ ഉപയോഗിച്ച് കുറെ പെണ്ണുങ്ങളെ ചാക്കിലാക്കിയിട്ടുണ്ടായിരുന്നു. അവരാണ് ഈ മെസ്സേജ് ഒക്കെ അയക്കുന്നത്. തന്നെ ഇത്രയും കാലം സ്നേഹിച്ച ഒരുത്തൻ ഹെലന്റെ കൂടെ കല്യാണം കഴിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഏതെങ്കിലും പെണ്ണിന് സഹിക്കാൻ കഴിയുമോ? അവർക്കറിയില്ലല്ലോ ഏതോ ഫേക്ക് അക്കൗണ്ടുകളോടാണ് അവർ ഇത്രയും കാലം ചാറ്റ് ചെയ്തിരുന്നത് എന്ന്. എന്തായാലും ഹെലൻ എന്താക്കി വെറുതെ ഇരുന്നില്ല, സൈബർ സെല്ല് വഴി പരാതി കൊടുത്തു. അതിനിടയിൽ ഇവന് മെസ്സേജ് ഒക്കെ അയച്ച് വിവാഹ വാഗ്ദാനം നൽകിയ ഒരുത്തി ഹെലനെ വിളിച്ചു. നീ എന്റെ കാമുകനെ തട്ടിയെടുത്തില്ലേ, ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെ ഹെലനോട് പറഞ്ഞു. ഹെലൻ ആ പെണ്ണിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് ഈ ഫേക്ക് അക്കൗണ്ട് ഓളോടെ ഫോൺ നമ്പർ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഫോൺ നമ്പർ കിട്ടിയതോടെ പിന്നെ അവനെ പൊക്കാൻ എളുപ്പമായി. അങ്ങനെ അവനെ പൊക്കിയ ശേഷം അവന് കുറ്റസമ്മതം നടത്തുന്ന വീഡിയോ ആണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. വേണമെങ്കിൽ ഞാനത് ഒന്നുകൂടെ ജസ്റ്റ് സൈഡിൽ പ്ലേ ചെയ്യിക്കാം. ഇവന്റെ പേര് ആഷിഖ് എന്നാണ്. ഇവനാണ് ഇത്രയും കാലം ഹെലന്റെ ഹസ്ബൻഡിന്റെ ഐഡി വെച്ചിട്ട് സകല പെണ്ണുങ്ങളെയും പറ്റിച്ചത്. എന്തായാലും നമുക്ക് ഹെലന് പറയാനുള്ളത് ബാക്കിയോട് കേട്ടോക്കാം. ഇന്ന് തിങ്കളാഴ്ച ആളിനെ നമ്മളെ ആഷിഖ് ബനായെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും എന്തായാലും വരണം എന്ന് പറഞ്ഞു. അതിനിടയിൽ ഇത് ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ ചെക്കൻ എനിക്ക് വിട്ടു തരണം. പടച്ച റബ്ബേ, ഇതെന്താണ്, എനിക്ക് വിട്ടു തരണം, പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യില്ലാണ്ട് എന്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനാകെ ദൈവമേ, നീ പറയുന്നത്
അങ്ങനെ ആ കുട്ടീനെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ കോൺടാക്ട് ചെയ്തപ്പം ഈ ആഷിക്കിന്റെ കോൺടാക്ട് നമ്പർ കിട്ടി. ബാക്കിയുള്ള മെസ്സേജ് അവരോടൊക്കെ ചോദിക്കുമ്പോൾ സെയിം നമ്പറാണ് കൊടുക്കുന്നത്. ആഷിക്ക് എല്ലാവർക്കും സെയിം നമ്പർ തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്പർ ഞാൻ സൈബർ സെല്ലിൽ കൊടുത്തു. പിന്നെ വേറൊരു പരിചയമുള്ള ഒരു ആൾക്ക് ഞാൻ നമ്പർ കൊടുത്തപ്പോൾ ആള് ഏതോ ഒരു വണ്ടി നമ്പർ സംഘടിപ്പിച്ചു തന്നു. അതും ഞാൻ സൈബർ സെല്ലിന് കൊടുത്തു. അവരതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഈ ആഷിക്കിനെ ഫോൺ വിളിച്ച് വരാൻ പറഞ്ഞു. ഇന്ന് വന്നിട്ട് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ആഷിക്ക് എന്തിന്റെ പുറത്താണ് ഇത് ചെയ്തത്, അങ്ങനെ എന്തിന്റെ പുറത്തൊന്നുമില്ല, പിന്നെ ചെയ്തു, അത്രേ ഉള്ളൂ. അത് എങ്ങനെയാണ് പറഞ്ഞത്, ചെയ്തു, തെറ്റാണെന്ന് മനസ്സിലായി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് കല്യാണ ഫോട്ടോ വന്നിട്ട് ആ കല്യാണ ഫോട്ടോ ഈ പെൺകുട്ടികളൊക്കെ അയച്ചു കൊടുക്കുന്ന സമയത്തെങ്കിലും ആഷിക്കിനത് സത്യങ്ങൾ തുറന്നു പറയാമായിരുന്നു, അല്ലെങ്കിൽ അവസാനിപ്പിക്കായിരുന്നു. അല്ലെങ്കിൽ 1 വർഷം മുന്നേ ഇവൻ എന്റെ ഹസ്ബൻഡ് ഈ ഒരു അക്കൗണ്ട് കണ്ടിട്ട് അവന് മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അത് റിമൂവ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ ആഷിക്ക് ഇവനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അന്ന് ഇവനെ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. ഇവൻ വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം, ഇതൊന്നും അന്വേഷിച്ച് വരാൻ പോകുന്നില്ല, എനിക്കിങ്ങനെ പെൺകുട്ടികളോട് സംസാരിച്ചിരിക്കാം, നമ്പർ കൊടുക്കാം, രാത്രി ഇങ്ങനെ വിളിച്ചു കൊള്ളാം എന്നൊക്കെ വിചാരിച്ചു. നമ്മൾ ഇതിന്റെ പിന്നാലെ പോകുന്നു, അല്ലെങ്കിൽ സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവനെ കണ്ടുപിടിച്ച് എന്റെ കൺമുമ്പിൽ കൊണ്ടുതരുന്നോ ഒന്നും ഇവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാ ഫേക്ക് അക്കൗണ്ടുകളും സൂക്ഷിച്ചിരുന്നു എന്ന്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നിങ്ങൾക്കുള്ള പണി വരുന്നത്. നിങ്ങൾ വിചാരിക്കും ആരും എന്നെ പിടിക്കാൻ പോണില്ല, എത്ര കാലം വേണമെങ്കിലും ഫേക്ക് അക്കൗണ്ട് വെച്ച് ആളെ പറ്റിക്കാമെന്നൊക്കെ. പക്ഷെ ഒരൊറ്റ ആള് തുനിഞ്ഞിറങ്ങിയാൽ മതി, അതോടെ നിങ്ങൾ തീർന്നു. ഇവിടെ ഹെലനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് പണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും അറിയുന്നുണ്ടാകും. ഹെലന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് അശ്ലീലമായി പ്രചരിപ്പിച്ച സംഭവം. അന്ന് ഹെലൻ സൈബർ സെല്ലിലൊക്കെ പരാതി കൊടുത്തിരുന്നെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇത്തവണ ഭർത്താവിന് ഒരു പ്രശ്നം വന്നപ്പോൾ സൈബർ സെല്ലിലൊന്നും പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് മിണ്ടാതിരിക്കാൻ ഹെലൻ തയ്യാറായില്ല. അവൾ പരാതി കൊടുത്തു എന്ന് മാത്രമല്ല, അവളെ കൊണ്ട് കഴിയുന്ന പോലെ സൈബർ സെല്ലിനെ സഹായിക്കുകയും ചെയ്തു. അവസാനം ആള് പൊക്കുകയും ചെയ്തു. അതിന് ഹെലന് എന്റെ വക ബിഗ് സല്യൂട്ട്. ഇതുപോലെ ഫേക്ക് അക്കൗണ്ട് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും ഹെലന്റെ ഈ പ്രവൃത്തി ഒരു മാതൃകയാണ്. ഫേക്ക് അക്കൗണ്ടുകൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ എല്ലാവരിലും ഉണ്ടാക്കാൻ ഹെലന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരും എന്നെ പിടിക്കാൻ പോണില്ല എന്നും പറഞ്ഞ് ആരാന്റെ മുഖവും പേരും വെച്ച് തെണ്ടിത്തരം കാണിക്കുന്ന ഭീരുക്കൾക്കൊക്കെ ഒരു തിരിച്ചടിയാണ് ഹെലന്റെ ഈ പ്രവൃത്തി എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയോട് കേട്ടോക്കാം. ഞാൻ ന്യായീകരിക്കുന്ന എല്ലാവരും ചെയ്ത തെറ്റ് എനിക്കൊരിക്കലും ആസ് എ വൈഫ് എനിക്ക് ഒരിക്കലും അത് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം അവൻ ചെയ്ത ഏറ്റവും വലിയ ചട്ടത്തരമാണ്. അവൻ പിന്നീട് ഞാൻ ചോദിച്ചു, എന്തിനാ നിനക്ക് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ നിനക്ക് റിലേഷൻഷിപ്പ് വെക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ നിനക്ക് സ്വന്തം ID വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിന്റെ ഫേസ് വെച്ചുകൊണ്ട് നീ എന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ച സമയത്ത് ആഷിക്ക് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് 2 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ 2 റിലേഷൻഷിപ്പിലും എന്നെ ആ പെൺകുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞത് എന്റെ അപ്പിയറൻസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് തടിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം നിറമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ പെൺകുട്ടികൾ ഒഴിവാക്കി പോയത്. അപ്പൊ ആള് ഭയങ്കര ഇൻസെക്യൂർഡാണ്, മനസ്സിലായി. ഈ പുറത്ത് കാണുന്ന കളറിലോ അല്ലെങ്കിൽ ഷേപ്പിലോ ഫേസിന്റെ ഭംഗിയിലോ ഒന്നും അല്ല കാര്യം ആഷിക്കെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു അതെല്ലാരും ഒരുപോലെ ചിന്തിക്കണം എന്നില്ല, ആൾക്കാർ പറയുമ്പോൾ എന്നെ അത് ബാധിക്കുന്നുണ്ട്. ഭയങ്കര ഇൻസെക്യൂർഡാണ് ആള്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ചിലപ്പോ നമ്മള് 4 ആൾക്കാർ കൂടിയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ തമാശ രൂപേണയായിരിക്കും ചില ആൾക്കാരെ നമ്മൾ ബോഡി ഷേമിങ് ചെയ്യുന്നത്. അത് ആൾക്കാരെ ക്രിമിനലുകളാക്കി മാറ്റുമെന്നുള്ളതാണ്. ഞാൻ ഇന്ന് ഈ പറയുന്ന ആഷിക്കിനെ കണ്ടതിൽ അല്ലെങ്കിൽ ആഷിക്കിനോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. നമ്മൾ തമാശക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ചിലപ്പം കുറച്ച് തടിയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ടീമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തമാശക്ക് എടാ തടിയാ എടാ ബൊഡ അങ്ങനെയൊക്കെ വിളിക്കും. ചിലപ്പോൾ അവർ നമ്മളെ മുന്നിൽ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും എന്നൊക്കെ. അവരുടെ ഉള്ളിൽ അത് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിട്ട് അത് ഡെവലപ്പ് ആവും. നമ്മൾ ചിലപ്പോൾ തമാശക്ക് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അവരെ ഈ ഇൻസെക്യൂരിറ്റി ഡെവലപ്പായി അവരൊരു ക്രിമിനലാക്കി മാറ്റുമെന്നുള്ളതാണ്. ഇത് സംഭവമൊക്കെ ശരിയാണ്. ബോഡി ഷേമിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല. പലരെയും പല രീതിയിലാവും അത് ബാധിക്കുക. ചിലർ അത് ക്രിമിനൽ വരെ ആക്കിയേക്കാം. പക്ഷെ അതൊന്നും ആശിക ചെയ്തതിന് ഒരു ന്യായീകരണമേ അല്ല. തമിഴിലെ സൂപ്പർ ഹിറ്റ് സൈക്കോ ത്രില്ലർ ആയിട്ടുള്ള രാക്ഷസൻ എന്ന് പറയുന്ന സിനിമ കണ്ടില്ലേ? മറ്റുള്ള കുട്ടികൾ ബോഡി ഷേമിംഗ് ചെയ്താണ് സിനിമയിലെ ക്രിമിനലിന്റെ ഉള്ളിൽ പതുക്കെ ക്രിമിനൽ വാസന ഉണ്ടാവുന്നത്. എന്നിട്ടോ ആകെ അവനെ പരിഗണിക്കുകയും കൂടെ കൊണ്ട് നടക്കുകയും ചെയ്ത പെൺകുട്ടിയെ തന്റെ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ അവന് കൊന്നു. പിന്നെയും ഒരുപാട് പെൺകുട്ടികളെ അവന് കൊന്നു തള്ളി. അതൊന്നും ബോഡി ഷേമിംഗ് കാരണമാണെന്നും പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ. മാത്രമല്ല ഇവിടെ ആശയ്ക്ക് ഈ ബോഡി ഷേമിങ്ങിന്റെ കഥ വെറും തട്ടി വിട്ടതാവാനാണ് സാധ്യത. കുറച്ച് സെന്റ് അടിച്ച് സഹതാപം പിടിച്ചു പറ്റി രക്ഷപ്പെടാൻ വേണ്ടി അവൻ ഇറക്കിയ ഒരു അടവ് മാത്രമാണ് ഈ ബോഡി ഷേമിംഗ് കഥ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പണി തന്നെയാണ് അവന് കിട്ടിയത്. ഇത്രയും കാലം സ്വന്തം മുഖം മറിച്ച് ഫേക്ക് അക്കൗണ്ട് വഴി മറ്റൊരാളുടെ മുഖവും ഐഡന്റിറ്റിയും ഉപയോഗിച്ച് വരച്ച് നടത്തിയിട്ട് ഇപ്പൊ എന്തായി? എല്ലാരും അവന്റെ മുഖം കണ്ടു, അവന്റെ പേരും അറിഞ്ഞു, അവന്റെ അഡ്രസ്സ് വരെ എല്ലാവർക്കും മനസ്സിലായി. ഇതിനും വലിയ പണി അവന് കിട്ടാനില്ല. അതുകൊണ്ട് ഫേക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്നവരൊക്കെ നല്ലോണം സൂക്ഷിച്ചോളി. നിങ്ങൾക്കുള്ള പണി വൈകാതെ തന്നെ കിട്ടും. എന്തായാലും
ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും കല്യാണം വിളിക്കാത്തതിന് സങ്കടം ഉണ്ട് കേട്ടോ ഹരന്. എന്നാലും കുഴപ്പമില്ല, പ്രായശ്ചിത്തം ചെയ്യാൻ ഇനിയും അവസരം ഉണ്ട് കേട്ടോ. ഒരു കിടിലൻ ട്രീറ്റ് സെറ്റ് ആക്കിയാൽ മതി. ഏതെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ വെച്ച് മതി. നീ പറയുന്ന ഡേറ്റ്, നീ പറയുന്ന സ്ഥലം. അപ്പൊ മറക്കണ്ട. എന്തായാലും ഭാവി ജീവിതത്തിൽ എല്ലാവിധ ഭാവുകളും നേരുന്നു. സുമംഗലി ഭാവ. അപ്പൊ അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.